Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. NHSലെ ഹൃദ്രോഗ ചികിത്സ പ്രതിസന്ധിയിൽ 18 ആഴ്ചത്തെ വരെ കാത്തിരിപ്പ്. ഗുരുതരമായ ഹൃദയപ്രശ്നങ്ങൾ അനുഭവിക്കുന്ന രോഗികൾക്ക് പോലും NHS വെയിറ്റിംഗ് ലിസ്റ്റിന്റെ ആഘാതം നേരിടേണ്ട സ്ഥിതി. കോവിഡ് മഹാമാരിക്ക് ശേഷം കാത്തിരിപ്പ് 5 മടങ്ങ് വർദ്ധിച്ചതായി കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇംഗ്ലണ്ടിൽ 1,63,000-ലേറെ രോഗികളാണ് ചുരുങ്ങിയത് 18 ആഴ്ചയുള്ള ചികിത്സാ താമസം നേരിട്ടതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2020 ഫെബ്രുവരിയിൽ 32,000-ൽ നിന്ന കണക്കുകൾ 2022 ഫെബ്രുവരിയിൽ ഇരട്ടിയായി. NHS നിബന്ധനകൾ പ്രകാരം 92% രോഗികളെയും റഫർ ചെയ്ത 18 ആഴ്ചയ്ക്കുള്ളിൽ ചികിത്സിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ NHSൽ ഇപ്പോൾ നേരിടുന്നത് ഏറ്റവും ദുരിതമേറിയ ഹൃദ്രോഗ പരിചരണ പ്രതിസന്ധിയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുമായി കാത്തിരിക്കുന്ന രോഗികൾക്ക് ചികിത്സയ്ക്ക് മുന്നേ തന്നെ ഹൃദയാഘാതവും സ്ട്രോക്കും നേരിടുന്ന അവസ്ഥയാണുള്ളത്. പുറത്തുവന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് എന്ന് കാർഡിയോളജിസ്റ്റുകൾ തന്നെ പ്രതികരിക്കുന്നു. വാഴ്വ് 2024 UK ജ്ഞാനായ കാത്തലിക് മിഷൻസ് കുടുംബസംഗമ ഒരുക്കങ്ങൾ പൂർത്തിയായി. UKയിലെ ജ്ഞാനായ കത്തോലിക്കക്കാർക്ക് വേണ്ടി മാത്രമായി സ്ഥാപിതമായ 15 ജ്ഞാനായ മിഷനുകളുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 20 നടത്തപ്പെടുന്ന രണ്ടാമത് ജ്ഞാനായ കുടുംബസംഗമത്തിന് വാഴ്വ് 2024 ഒരുക്കങ്ങൾ പൂർത്തിയായി. UKയിൽ ജ്ഞാനായക്കാരുടെ കൂട്ടായ്മകൾ ഏറെയുണ്ടെങ്കിലും കോട്ടയം അതിരൂപതയോട് ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ഈ കൂട്ടായ്മ വാഴ്വ് 2024 UKയിലെ 15 ജ്ഞാനായ മിഷനുകളും ഒന്നുചേർന്ന് അണിനിരക്കുന്ന ഒരു വിശ്വാസ പാരമ്പര്യ പൈതൃക സമന്വയ മഹാസംഗമമായിട്ടാണ് UKയിലെ ജ്ഞാനായ കാത്തോലിക്ക വിശ്വാസികൾ ഉറ്റുനോക്കുന്നത്. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയിൽ ജ്ഞാനായക്കാരുടെ അധിക ചുമതലയുള്ള വികാരി ജനറൽ സജി മലയിൽ പുത്തൻപുരയിൽ അച്ഛന്റെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. ഇന്ത്യൻ വംശജനെ തെരുവിൽ വെട്ടിക്കൊന്ന 5-അംഗ സംഘത്തിന് 122 വർഷം ജയിൽ. പാഴ്സൽ ഡെലിവറിക്കിടെ ഇന്ത്യൻ വംശജനായ യുവാവിനെ തെരുവിലിട്ട് വെട്ടിക്കൊന്ന 5-അംഗ സംഘത്തിന് 122 വർഷം ജയിൽ ശിക്ഷ. മഴുവും ഹോക്കി സ്റ്റിക്കും കത്തിയും ഗോൾഫ് ക്ലബും ഷവലും ഉൾപ്പെടെ ഉപയോഗിച്ചാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 21 23-കാരൻ ഓർമാൻ സിംഗിനെ സംഘം വെട്ടിക്കൊന്നത്. അതിക്രൂരമായ കൊലപാതകം പൊതുമുഖത്ത് നടത്തിയ വധശിക്ഷ പോലെയാണ് തോന്നിച്ചതെന്ന് വ്യക്തമാക്കിയാണ് സ്റ്റാഫോർഡ് ക്രൗൺ കോടതി ജഡ്ജ് ക്രിസ്റ്റീന മോൻഗോമറി ശിക്ഷ വിധിച്ചത്. 24-കാരൻ ആർഷദീപ് സിംഗ്, 22-കാരൻ ജഗ്ദീപ് സിംഗ്, 26-കാരൻ ശിവദീപ് സിംഗ്, 24-കാരൻ മഞ്ജോത് സിംഗ് എന്നിവരെയാണ് വിചാരണയിൽ കുറ്റവാളികളായി കണ്ടെത്തിയത്. ഷൂസ്ബറിയിലെ തെരുവിൽ ഗുണ്ടാസംഘത്തിന്റെ ആക്രമണത്തിന് വിധേയമായ ഡെലിവറി ഡ്രൈവർ ചൊരയിൽ മുങ്ങിക്കിടന്നാണ് മരണത്തിന് കീഴടങ്ങിയത്. ഡെലിവറി ടീമിനൊപ്പം പ്രവർത്തിച്ച വ്യക്തിയിൽ നിന്നും വിവരം ലഭിച്ച ശേഷമാണ് ഡെലിവറി റൂട്ടിൽ വെച്ച് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. ഗ്ലാസ്ഗോയിൽ 70 വയസ്സുകാരന്റെ കൊല, 15 വയസ്സുകാരനെതിരെ കുറ്റം ചുമത്തി. ഗ്ലാസ്ഗോയിൽ 70 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ 15 വയസ്സുള്ള ആൺകുട്ടിക്കെതിരെ കേസെടുത്തു. ഗുരുതരമായ ആക്രമണത്തെ തുടർന്ന് 70 വയസ്സുകാരൻ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് തൊട്ടുമുമ്പ് വിക്ടോറിയ റോഡ് ഏരിയയിലേക്ക് പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കൗമാരക്കാരനെ ഇന്ന് ഗ്ലാസ്ഗോ ഷെരീഫ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം, 16 രാജ്യങ്ങൾക്ക് വിദേശകാര്യ ഓഫീസിന്റെ അടിയന്തര യാത്രാ മുന്നറിയിപ്പ്. ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ വെളിച്ചത്തിൽ യുദ്ധസാഹചര്യം നിലനിൽക്കുന്നതിനാൽ 16 രാജ്യങ്ങൾക്ക് വിദേശകാര്യ മന്ത്രാലയം പുതിയ യാത്രാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. മൊറോക്കോയും യുണൈറ്റഡ് അറബ് എമിറേറ്റുകളും ഉൾപ്പെടെയുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് യാത്രാ ഉപദേശം പരിശോധിക്കാൻ ശക്തമായി നിർദ്ദേശിക്കുന്നു. ഇസ്രായേലിലെയും അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലെയും സംഭവത്തെ തുടർന്ന് വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കം കാരണം 18ലധികം രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് തെക്കൻ മെഡിറ്ററേനിയൻ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ഉയർന്ന അപകട സാധ്യതകളെക്കുറിച്ച് യാത്രക്കാർ അടിയന്തരമായി മുന്നറിയിപ്പ് നൽകിയത് ഇന്നലെ മുന്നറിയിപ്പുകൾക്ക് ശേഷമാണ്. കഴിഞ്ഞ ദിവസം 300 ഡ്രോണുകളും മിസൈലുകളുമായി ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി. എന്നിരുന്നാലും മിക്കവയും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധം തടഞ്ഞു നിർത്തി വീഴ്ത്തി. വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചിട്ടെങ്കിലും ഇന്ന് നേരത്തെ തന്നെ വീണ്ടും തുറന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. UKയിൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ വിലക്ക്. പുതിയ നിയമം ഈ മാസാവസാനത്തോടെ പ്രാബല്യത്തിൽ വരുമെന്ന് റിപ്പോർട്ടുകൾ. 16 വയസ്സിന് താഴെയുള്ളവർക്കുള്ള സോഷ്യൽ മീഡിയ നിരോധനം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്ത്. കുട്ടികളെ ഓൺലൈനിൽ നിന്ന് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഇനി മുതൽ കുട്ടികൾ സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്നതിലും വിലക്കുകൾ ഏർപ്പെടുത്തുന്ന കാര്യം മന്ത്രിമാർ പരിഗണിക്കുന്നുണ്ട്. UKയിൽ കഴിഞ്ഞ ആഴ്ച വാട്സ്ആപ്പ് ഉപയോഗിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 16 നിന്ന് 13 ആക്കിയതിന് മെറ്റ കടുത്ത വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ഈ മാസം അവസാനത്തിന് മുമ്പ് തന്നെ പുതിയ നിർദ്ദേശങ്ങൾ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്.
ടെക്നോളജി സെക്രട്ടറിയാണ് ഇവ തയ്യാറാക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 13നും 16നും ഇടയിൽ പ്രായപരിധിയിലുള്ള കുട്ടികൾ എപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം എന്നതിനുള്ള മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ കൺസൾട്ടേഷൻ തേടും. ഈ കൂടിക്കാഴ്ചയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള മാതാപിതാക്കളുടെ ആക്സസ് അനുവദിക്കുന്നതിനെ പറ്റിയും സുരക്ഷാ സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെക്കുറിച്ചുമുള്ള തീരുമാനങ്ങൾ എടുക്കും. ഓൺലൈൻ അക്രമാസക്തമായ ഉള്ളടക്കം കണ്ട് 15 വയസ്സുള്ള കുട്ടികളുടെ ക്രൂരതയ്ക്കിരയായി ജീവൻ നഷ്ടമായ ബ്രയാന ഗേയുടെ അമ്മ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ നിരോധനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രചാരങ്ങൾ നടത്തുന്നുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി റോഡിൽ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികൻ മരിച്ചു. കൊച്ചി തേവര സ്വദേശിയും വടതലയിൽ താമസിക്കുന്ന മനോജ് ഉണ്ണിയാണ് മരിച്ചത്. കൊച്ചി കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാരനാണ് ഇദ്ദേഹം. വടത്തിൽ കുടുങ്ങി റോഡിൽ തലയിടിച്ചു വീണ മനോജിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. ഗണേഷ് കുമാറിന്റെ പുതിയ പരിഷ്കാരം സ്വകാര്യ ബസ്സുകൾക്ക് തിരിച്ചടിയാകും. വരുമാനം വർദ്ധിപ്പിക്കാൻ KSRTC. അവധിക്കാലത്തെ അന്തർ സംസ്ഥാന യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്താണ് KSRTC മധ്യവേനൽ അവധിക്കാലം വരെ ഫ്ലെക്സി ചാർജുകൾ ഏർപ്പെടുത്തിയത്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ ഫ്ലെക്സി നിരക്കുകൾ നടപ്പിലാക്കും. അന്തർ സംസ്ഥാന ബസ്സുകളുടെ ടിക്കറ്റ് നിരക്ക് ക്രമീകരിക്കുന്ന സംവിധാനമാണ് ഫ്ലെക്സി ചാർജ്. യാത്രക്കാർ കുറവുള്ള ചൊവ്വാഴ്ച മുതൽ വ്യാഴം വരെ നിരക്ക് 15% വരെ കുറച്ചും വെള്ളി മുതൽ തിങ്കൾ വരെ നിരക്ക് 30% വരെ വർദ്ധിപ്പിച്ചും അന്തർ സംസ്ഥാന ബസ്സുകൾ സർവീസ് നടത്തും. ഇതര സംസ്ഥാന യാത്രക്കാർ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. KSRTC ബസ്സുകളെ അപേക്ഷിച്ച് സ്വകാര്യ ബസ്സുകൾക്കാണ് നിരക്ക്. നടൻ സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ വെടിയുതിർത്ത സംഭവം. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ചിത്രം പുറത്തുവിട്ട മുംബൈ പോലീസ്. ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ വെടിയുതിർത്ത സംഭവത്തിലെ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ചിത്രം പുറത്തുവിട്ട മുംബൈ പോലീസ്. ബൈക്കിലെത്തി വെടിയുതിർത്തു എന്ന് സംശയിക്കുന്ന 2 പ്രതികളുടെ ചിത്രമാണ് പോലീസ് പുറത്തുവിട്ടത്. പ്രതികൾ സഞ്ചരിച്ച ബൈക്ക് സൽമാന്റെ വസതിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ നിന്നും കണ്ടെടുത്തിരുന്നു. സംഭവത്തെ തുടർന്ന് മഹാരാഷ്ട്ര നവനിർമ്മാൺ തലവൻ രാജ് താക്കറെ സൽമാന്റെ വസതിയിലെത്തിയിരുന്നു. ഞായറാഴ്ച പുലർച്ചെ മുംബൈയിലെ ബാന്ദ്രയുള്ള വീടിന് നേർക്കാണ് ആക്രമണമുണ്ടായത്. അക്രമികൾ 5 റൗണ്ട് വെടിവെച്ചതായി പോലീസ് വ്യക്തമാക്കി. Y+ കാറ്റഗറി സുരക്ഷയുള്ള സൽമാൻ ഖാൻ സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നു. ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ ഭീഷണിയെ തുടർന്ന് 2023 സെപ്റ്റംബറിൽ മുംബൈ പോലീസ് സൽമാൻ ഖാന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. ജർമ്മനിയിൽ സാബി വസന്തം. ബുണ്ടസ്ലിഗയിൽ ബയർ ലെവർകൂസനാണ് ആദ്യ കിരീടം. ജർമ്മൻ ഫുട്ബോളിൽ പുതുയുഗ പിറവി. 5 മത്സരങ്ങൾ ശേഷിക്കെ ബുണ്ടസ്ലിഗയിൽ തങ്ങളുടെ ആദ്യ കിരീടം നേടി ബയർ ലെവർകൂസൻ ചരിത്രമെഴുതി. സ്പാനിഷ് പരിശീലകൻ സാബി അലോൺസോയുടെ കീഴിൽ കളത്തിലിറങ്ങിയ ലെവർകൂസൻ തോൽവി അറിയാതെയാണ് കിരീടം ഉറപ്പിച്ചത്. സ്വന്തം തട്ടകത്തിൽ വേർഡൻ ബ്രെമനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ലെവർകൂസൻ ചരിത്രം തിരുത്തിക്കുറിച്ചത്. ഹിറ്റ്മാനും രക്ഷിക്കാനായില്ല. വാങ്കഡയിൽ പതിരാനയ്ക്ക് മുന്നിൽ പതറി മുംബൈ. വാങ്കഡയിൽ ഹിറ്റ്മാൻ മുന്നിൽ നിന്ന് നയിച്ചിട്ടും ചെന്നൈക്കെതിരെ മുംബൈ ഇന്ത്യൻസിന് തോൽവി. ചെന്നൈയുടെ 206 റൺസ് പിന്തുടർന്ന മുംബൈ 20 റൺസിന്റെ തോൽവിയാണ് വഴങ്ങിയത്. സ്കോർ 186. വമ്പൻ ടോട്ടൽ പിന്തുടർന്ന മുംബൈ ആത്മവിശ്വാസത്തോടെയാണ് തുടങ്ങിയത്. ആദ്യ വിക്കറ്റിൽ ഇഷാൻ കിഷനും രോഹിത് ശർമ്മയും ചേർന്ന് 70 റൺസിന്റെ കൂട്ടുകെട്ട് ഉയർത്തി മികച്ച തുടക്കം നൽകി. എന്നാൽ ഒരേ ഓവറിൽ കിഷനെയും ഇമ്പാക്ട് പ്ലെയറായി ക്രീസിലെത്തിയ സൂര്യകുമാർ യാദവിനെയും മടക്കി പതിരാന ചെന്നൈയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ആരാധകരെ ഇളക്കിമറിച്ച് മെസ്സിയുടെ ലോങ് റേഞ്ച് ഷോട്ട്. മയാമിക്ക് വിജയം. കോൺഹെഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കൻസാസ് സിറ്റിയെ 3-2 പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്റർ മയാമി ലീഗ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി. മെസ്സിയുടെ കളി കാണാൻ മാത്രം റെക്കോർഡ് ആൾക്കൂട്ടമാണ് വന്നത്. പരിക്കേറ്റതിനെ തുടർന്ന് മാർച്ച് 2 മുതൽ തന്റെ ആദ്യത്തെ MLS മത്സരം കളിക്കുന്ന മെസ്സി വളരെ മികച്ച ലോങ് റേഞ്ച് ഗോളിലൂടെ ആരാധകരെ കയ്യിലെടുക്കുകയായിരുന്നു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 104.01 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.